നമസ്കാരം. 2023 മെയ് മുതൽ അശാന്തിയോടെ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു മണിപ്പൂരിൽ. എങ്ങും വെടിയൊച്ചകളും അലവില്ലുകളും അങ്ങനെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോയിരുന്ന മണിപ്പൂരിനെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പിടിച്ചുകെട്ടുകയാണ് ഉണ്ടായത്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ സന്ദർശനം സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഒരു പുതിയ ശക്തി പകരും എന്നതിൽ സംശയമില്ല. മെയ്തൈ കുക്കി സമുദായങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം സംസ്ഥാനത്തെ സാമൂഹ്യ ഘടനയെ തകർക്കുകയും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനും പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടാനും ഒരു പ്രധാന കാരണമായി മാറി. കൂടാതെ ശത്രുരാജ്യങ്ങൾ എല്ലാം തന്നെ മണിപ്പൂരിനെ തകർക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. കൂടാതെ മണിപ്പൂരിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശനം നടത്തിയതോടുകൂടി അവിടെ കലാപം വീണ്ടും ആളിക്കത്താൻ ഒരു ഇടയായി. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒരുപാട് പേർ അനാഥരാവുകയും ഒക്കെ ചെയ്ത മണിപ്പൂരിനെ കാണാൻ നരേന്ദ്രമോദി എത്തുകയാണ്. സെപ്റ്റംബർ 2ാം വാരത്തോടെ മണിപ്പൂരിൽ സന്ദർശനം നടത്തുമെന്നാണ് പറയുന്നത്. മണിപ്പൂർ സന്ദർശനം സംസ്ഥാനത്ത് സുരക്ഷയും സാധാരണ നിലയും പുനഃസ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുകയാണ്. മിസോറാമിൽ ഒരു പുതിയ റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ശേഷമാകും പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുക. ഈ സന്ദർശനത്തിൽ അദ്ദേഹം മെയ്തൈ കുക്കി ആധിപത്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സന്ദർശനം മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തുകയും സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരു പുതിയ അധ്യായം കുറിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. മിസോറാമിൽ ഒരു പുതിയ റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ആസൂത്രണം ചെയ്യുന്നത്. സെപ്റ്റംബർ 13-നാണ് മിസോറാം പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതേ ദിവസങ്ങളിലായിരിക്കും മണിപ്പൂർ യാത്രയും പ്ലാൻ ചെയ്തിരിക്കുക. ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളായ മെയ്തൈ കുക്കി ആധിപത്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചേക്കും. കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് ശേഷം പ്രധാനമന്ത്രി മോദി മണിപ്പൂർ സന്ദർശിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് അർഹിക്കുന്നത്. കാരണം അന്ന് മോദി എത്തിയില്ല, എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നുവെങ്കിലും അത് തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് അന്ന് മോദി വലിയൊരു ചർച്ചാ വിഷയമൊക്കെ ആക്കി. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചില്ല. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയൊരു സുരക്ഷാ പ്രശ്നം അല്ലെങ്കിൽ ഒരു ലഹള നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് പോകുന്നതിന് ഒരു സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം മോദി വരുമ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കുന്ന SPGക്ക് അവിടെ വലിയ രീതിയിൽ ഒരു വൈഡായിട്ടൊരു സുരക്ഷ ഒരുക്കേണ്ടി വരും. അപ്പോൾ നരേന്ദ്രമോദിയെ പോലെ ലോക പ്രശസ്തനായ ഒരു നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് ആ സമയത്ത് ഒരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അമിത്ഷായെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും IBയുടെ മേധാവിയുമൊക്കെ മണിപ്പൂരിലേക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട് ദൗത്യമേൽപ്പിച്ച് അവിടത്തെ കലാപം അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവിടുത്തെ കലാപം ഏത് രീതിയിലും പിടിച്ചുകെട്ടാൻ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു നിർദ്ദേശം നരേന്ദ്രമോദി നൽകിയത്. കൂടാതെ ദില്ലിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇതെല്ലാം ഏകോപിപ്പിക്കുന്നും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും കേന്ദ്ര സർക്കാർ അവർക്കൊപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്താനും മോദിയുടെ ഈ സന്ദർശനം സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യാത്ര വളരെ ഒരു ചുരുങ്ങിയ സമയമാണെങ്കിലും അത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള കേന്ദ്രത്തിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമായി തുടരുകയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും ആക്രമ സംഭവങ്ങൾ കുറയുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ടിരുന്ന സ്കൂളുകളും മാർക്കറ്റുകളും വീണ്ടും തുറന്നു എന്നതും ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങി. സംസ്ഥാനത്ത് സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള സംരംഭങ്ങളും സമൂഹ സംഭാഷണങ്ങളും സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട്. 2023 മെയ് 3-ന് തുടങ്ങിയ ഈ കലാപം കാരണം 250-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. കലാപം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരി 13-ന് സംസ്ഥാനം 6 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. ഓഗസ്റ്റ് 5-ന് ഇത് വീണ്ടും നീട്ടിയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മോദി മണിപ്പൂരിൽ എത്തി
എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണുകയാണ് ദേശീയ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും. എന്തായാലും മോദി മണിപ്പൂരിലെത്തുമ്പോൾ വെറുതെ പ്രതിപക്ഷ നേതാവിനെ പോലെ മണിപ്പൂരിലെത്തി അവിടെ ഒരു തീ കൊളുത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ട് മോദി എന്തായാലും പോവില്ല. മണിപ്പൂരിലെത്തിയാൽ അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു കാറ്റ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു വെള്ളക്കൊടി മണിപ്പൂരിൽ വീശിയതിനു ശേഷം മാത്രമേ നരേന്ദ്രമോദി തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങൂ എന്നത് വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.